ഒരു മയക്കത്തിൽ നിന്നതുപോലെ കണ്ണുകൾ ചിമ്മി തുറക്കുമ്പോൾ തലയ്ക്ക് വല്ലാത്തൊരു ഭാരം തോന്നിപ്പോയി ഗൗരിക്ക്. അല്പസമയം വേണ്ടി വന്നു കഴിഞ്ഞു പോയതൊക്കെ ഓർത്തെടുക്കാൻ. പിടിച്ചു വെച്ച് ചുംബിക്കുന്നവന്റെ മുഖം ഓർമ്മ വന്നതും ഒരു ഞെട്ടലോടെ പിടഞ്ഞെഴുന്നേറ്റ് ഗൗരി. ഒറ്റനോട്ടത്തിൽ തന്നെ കിടക്കുന്നത് അവന്റെ ബെഡിലാണെന്ന് അവൾക്ക് മനസ്സിലായി. വല്ലാത്തൊരു ഭയം അവളെ പൊതിഞ്ഞു. കണ്ണുകൾ നിറഞ്ഞു. 15 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിക്ക് ഒരു തരത്തിലും ഉൾക്കൊള്ളാനാവാത്തൊരു കാര്യം. ചുണ്ടുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ കരഞ്ഞുപോയി. അടുത്ത നിമിഷം എന്തോ ഓർത്തതുപോലെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് വാതിലിനടുത്തേക്ക് പാഞ്ഞതും ശരീരം ഒന്നാകെ ഒരു വിറയിൽ പാഞ്ഞു കയറിയത് അവൾ അറിഞ്ഞു. വാതിലടച്ച് കുറ്റിയിട്ട് അതിൽ ചാരി നിൽക്കുന്നവൻ. ആ കണ്ണുകൾ തന്നിൽ മാത്രമാണെന്ന് അറിഞ്ഞതും മുഖം കുനിച്ചു നിന്നവൾ കൈകൾ ഉടുത്തിരിക്കുന്ന പാവാടയിൽ മുറുകി. അന്നോളം തോന്നിയതിലും ഇരട്ടി ഭയം ആ നിമിഷം മുതൽ അവനോട് തോന്നി. കണ്ണുകൾ കൊണ്ട് അവളുടെ ഓരോ ഭാവവും പഠിക്കുകയായിരുന്നു രുദ്രൻ ആ നിമിഷം. താഴ്ത്തിപ്പിടിച്ച കുഞ്ഞുമുഖം, അഴിഞ്ഞുകിടക്കുന്ന അവളുടെ തലമുടി ഇഴകളും എല്ലാം വല്ലാത്തൊരു മോഹത്തോടെ അവൻ നോക്കി നിന്നു. ഇവിടെ വാ ഗൗരി. ഗാംഭീര്യം നിറഞ്ഞ അവന്റെ ശബ്ദം. ഞെട്ടലോടെ കണ്ണുകൾ ഉയർത്തി നോക്കിയവൾ. അവന്റെ മുഖത്തെ ഭാവം. ഗൗരി. വീണ്ടും ഒന്ന് വിളിച്ചതും പേടിയോടെ അവൻ അരികിലേക്ക് നടന്നവൾ. രുദ്രന്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു. ഒരു നിമിഷം കൊണ്ട് അവളെ പിടിച്ചു വലിച്ച് വാതിലിനോരം ചേർത്ത് നിർത്തിയവൻ. പിടഞ്ഞു പോയവൾ. കണ്ണും മുഖവും ഒക്കെ ഒരുപോലെ ചുവന്നു. ചുണ്ടുകൾ വിതുമ്പി. ഏറിയ തിളക്കത്തോടെ അവൻ ആ പെണ്ണിനെ നോക്കി. സിരകളിൽ ഒഴുകുന്ന രക്തത്തിന് ചൂട് പിടിച്ചു. എന്നെ ഒന്നും ചെയ്യില്ല രുദ്രേട്ടാ, കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോയി ഗൗരി. ഒരു നിമിഷം ബോധം വന്നതുപോലെ അവനൊന്ന് പകച്ചുപോയി. അവളുടെ പ്രായം പോലും മറന്നുകൊണ്ട് എന്തും ചെയ്തു പോയേനെ. ഒരു നിമിഷം അത്രയും അവനെ മോഹിപ്പിച്ച് കളഞ്ഞു ഗൗരി. പൊയ്ക്കോ. മുഖം പെട്ടിച്ചു മാറ്റി പതിയെ പറഞ്ഞു രുദ്രൻ. പ്രാൺ തിരികെ കിട്ടിയതുപോലെ ഗൗരി വാതിൽ തുറന്ന് പുറത്തേക്ക് പാഞ്ഞു. രാവേറെ ചെന്നതും ആടിയടി കയറി വരുന്നവനെ കാണി അവനെയും കാത്തിരിക്കുന്ന 3 പേരുടെയും മുഖം സങ്കടം കൊണ്ട് നിറഞ്ഞു. ശക്തിക്ക് ദേഷ്യവും വാശിയും വന്നാൽ പിന്നെ ഇതൊക്കെ ഒരു പതിവ് കാഴ്ചയായിരുന്നു അവർക്ക്. കിടക്കുന്നില്ലേ ആരും? കണ്ണുകൾ ചുവന്നിട്ടുണ്ട്. ശരീരം വിയർത്തിട്ടിരിക്കുന്ന ഷർട്ട് കൂടി നനഞ്ഞു. ആ ചോദ്യം പോലും പൂർത്തിയായില്ല. കണാ നീ? മഹി എന്തോ പറയാൻ ഒരുങ്ങിയ നിമിഷം അച്ഛൻ അവന്റെ കൈ പിടിച്ച് അരുതെന്ന് വിലക്കി. സ്വബോധമില്ലാത്തവനോട് ആ നിമിഷം എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അച്ഛനും അറിയാം. നീ എവിടെയായിരുന്നു കണ്ണാ? ആ കുട്ടി ഇതുവരെയും ഒന്നും കഴിച്ചിട്ടില്ല. അതിനിങ്ങനെ പട്ടിണിക്കിടാനാണോ നീ ഇവിടെ കൊണ്ടുവന്നിട്ടത്? അതിലും ഭേദം അതാ തറവാട്ടിൽ ഏതെങ്കിലും മൂലയിൽ കഴിഞ്ഞോട്ടെ എന്ന് കരുതിയാൽ പോരായിരുന്നോ? അച്ഛൻ ചോദിച്ചു നിർത്തിയതും വലിയൊരു ശബ്ദത്തോടെ മുഷ്ടി ചുരുട്ടി ഗ്ലാസ് ടേബിളിൽ ഇടിച്ചു ശക്തി. ആ ഗ്ലാസ് പൂർണ്ണമായും തകർന്നു. ചില്ലുകൾ അവന്റെ കയ്യിൽ തുളച്ചു കയറി. മൂവരും ഒരു ഞെട്ടലോടെ ആ കാഴ്ചയും നോക്കി നിന്ന് പോയി. വലിഞ്ഞു മുറുകിയ അവന്റെ മുഖം, ദേഷ്യം കൊണ്ട് പിടഞ്ഞെഴുന്നേറ്റ ഞരമ്പുകൾ. അങ്ങനെ ഒരു മൂലയിൽ കൊണ്ടിടാനുള്ളതല്ല അവളെ. എന്റെ ജീവൻ. അവളെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ ആര് സ്നേഹിക്കുമെന്നാ? ഞാനുണ്ട്. ഞാൻ ചത്തിട്ട് മതി. അല്ല, ചാവാനും എനിക്കൊപ്പം കാണും അവൾ. ദേഷ്യത്തോടെ ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെ പറഞ്ഞു തുടങ്ങിയവൻ ബോധം പൂർണ്ണമായും നശിച്ചുകൊണ്ട് സോഫയിലേക്ക് തന്നെ തളർന്നു വീണിരുന്നു. ഒരു നിമിഷം വേണ്ടി വന്നു അവൻ പറഞ്ഞതൊക്കെയും അവർക്ക് മനസ്സിലാക്കാൻ. ബോധത്തോടെ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കൺഫെക്ഷൻ. ശക്തിവേദിന്റെ മനസ്സ്. മൂവരുടെയും നോട്ടം ശക്തിയിൽ നിന്നും അകന്നതും കണ്ടു. എല്ലാം കിട്ടും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി തറഞ്ഞു നിൽക്കുന്നവളെ. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി പോയിരുന്നു ഗൗരി. അവന് ഭ്രാന്ത് തന്നെയാണെന്ന് ഇപ്പോൾ ഉറപ്പാണ്. ഇത്രയും വിചിത്രമായ സ്വഭാവം അവൾ ആർക്കും കണ്ടിട്ടില്ല. ഒരു നിമിഷം അവനോട് തോന്നുന്ന വികാരത്തെ തിരിച്ചറിയാനായില്ല അവൾക്ക്. അതൊരിക്കലും പ്രണയമല്ല. ആദ്യമായി ഒരാൾ തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അവനോളം തന്നെ മറ്റാർക്കും സ്നേഹിക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. ഇതൊക്കെ അവൾക്ക് പുതുമയുള്ളവയാണ്. ഇന്നോളം ആരിൽ നിന്നും കിട്ടാത്ത പരിഗണന കുറച്ച് സമയം മാത്രം പരിചയമുള്ള ഒരാൾ തരുന്നു. ആഗ്രഹിച്ച ആരിൽ നിന്നും അതൊന്നും ലഭിച്ചിട്ടില്ല. മോള് പോയി കിടന്നോ. അവൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. പറയുമ്പോൾ അവളുടെ മുഖത്ത് പോലും നോക്കാൻ അച്ഛന് കഴിഞ്ഞിരുന്നില്ല. അവളുടെ ഉള്ളിൽ നേർത്തൊരു പുഞ്ചിരിയാണ് വിരിഞ്ഞത്. ഇതിലും അപ്പുറം അനുഭവിച്ചിട്ടുണ്ട്. ഒരു വാക്കുകൊണ്ട് പോലും ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. കുറഞ്ഞ സമയം കൊണ്ട് അവൾക്ക് അവയുടെ ഒരു ആശ്വാസം തന്നെയായിരുന്നു. കൂടെയുള്ളവന്റെ ഭ്രാന്തൊഴിച്ചാൽ ആരെയും ഒന്നിനെയും പേടിക്കണ്ട എന്നവൾക്കറിയാം. വേണ്ട മഹി, അവിടെ കിടന്നോട്ടെ. ബോധം വരുമ്പോ എഴുന്നേറ്റ് പൊയ്ക്കോളും. അച്ഛനും ചെന്ന് കിടക്ക്. ഒരു തീർപ്പ് പോലെ അച്ഛൻ പറഞ്ഞതും മഹിയും ദയനീയമായി അവനെ നിന്ന് നോക്കിക്കൊണ്ട് റൂമിലേക്ക് പോയി. ഒരു നിമിഷം അവനും ശക്തിയോട് ദേഷ്യം തോന്നിപ്പോയിരുന്നു. ഇന്നത്തെ ദിവസമെങ്കിലും ഇതൊഴിവാക്കാമായിരുന്നു എന്നവനും തോന്നി. ഒപ്പം ബോധത്തിലല്ലെങ്കിലും അവൻ്റെ ഉള്ളം വിളിച്ചു പറയുന്നതൊക്കെ ഗൗരി കേട്ടതിൻ്റെ ആശ്വാസം വേറെയും. മുത്തശ്ശനും അച്ഛനും കൂടി പോയതും ഗൗരി അവനിന്ന് നോക്കി. അലസമായി സോഫയിൽ കിടക്കുവാണ്. ദേഹം ഒന്നാകെ വിയർപ്പിൽ കുതിർന്നു പോയിട്ടുണ്ട്. മുറിവുണ്ടായ കയ്യിലും ചോര പൊടിയുന്നത് കണ്ടതും
അവളാകെ വല്ലാതെയായി. ക്ലാസ് കുത്തിക്കയറി സെപ്റ്റിക് ആവാനുള്ള സാധ്യത ഏറെയാണ്. ഒരു നിമിഷം എന്തോ ഓർത്തു നിന്നും തിരികെ റൂമിലേക്ക് പോയി ഗൗരി. അല്പസമയം കഴിഞ്ഞു തിരികെ വരുമ്പോൾ അവളുടെ കയ്യിലൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടായിരുന്നു. ശക്തിയുടെ റൂമിൻ്റെ ടേബിളിൽ തന്നെ ഉണ്ടായതുകൊണ്ട് അധികം തിരച്ചിലിൻ്റെ ഒന്നും ആവശ്യമുണ്ടായില്ല. ബോധം പൂർണ്ണമായി നശിച്ചു കിടക്കുന്നവൻ. ആ അവസ്ഥയിൽ എന്തുകൊണ്ടോ മുഖം തിരിച്ചു പോകാൻ തോന്നിയില്ല അവൾക്ക്. ഉറങ്ങുമ്പോൾ പോലും ആ മുഖത്ത് ഒരുതരം ഗൗരവമാണ്. ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ഗൗരി പതിയെ അവൻ കിടക്കുന്ന സോഫയുടെ നിലത്തായിരുന്നു. അവൾക്ക് നല്ല വേദനയുണ്ട്. ഉള്ളിലുള്ള ജീവനെ എല്ലാവരും കൂടി ചേർന്ന് ഇല്ലാതാക്കിയിട്ട് 3 ദിവസം ആവുന്നതേയുള്ളൂ. ആ ഓർമ്മയിൽ അവളുടെ കണ്ണെന്ന് നിറഞ്ഞു. കൈകൾ ഉദരത്തിലായി മുറുകി. ഒരു നിമിഷം രുദ്രനെ ഓർമ്മ വന്നുപോയി ഗൗരിക്ക്. നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ട ഗൗരി. നമുക്കിടയിൽ ആരും വരുന്നത് എനിക്കിഷ്ടമല്ല. കാതിൽ വീണ്ടും ആ വാക്കുകൾ മുഴങ്ങുന്നതറിയെ മിഴികൾ ഇറക്കി അടച്ച് കളഞ്ഞു ഗൗരി. ആ വാക്കുകൾ കേട്ടപ്പോൾ എന്തായിരുന്നു തനിക്ക് തോന്നിയത് അറിയില്ല. ഒരു പക്ഷേ രുദ്രേട്ടയിൽ നിന്നും പ്രതീക്ഷിച്ചത് അത് തന്നെയായിരിക്കും. അറിഞ്ഞു കാണും ഇപ്പോൾ ആ ആഗ്രഹവും സാധിച്ചത്. അവിടെയും ഈ ഉള്ളവളുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. മുഖം അമർത്തി തുടച്ച ആ ചിന്തകളെയെല്ലാം മായ്ച്ചു കളയാൻ ശ്രമിച്ചു ഗൗരി. രുദ്രൻ പറഞ്ഞ വാക്കുകളുടെ പൊരുൾ അപ്പോഴും അവൾക്ക് മനസ്സിലായിരുന്നില്ല. നമുക്കിടയിൽ ആരും വേണ്ട ഗൗരി. സ്വന്തം കുഞ്ഞിനെ പോലും വേണ്ടെന്ന് പറയാൻ അവന് കഴിഞ്ഞുവെങ്കിൽ ഇന്നവൾക്ക് മുന്നിൽ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്ന ഒരുവൻ കൂടിയുണ്ട്. ഒരു പക്ഷെ ദൈവം അവൾക്ക് നൽകിയ തണലാകും അവൻ. അല്ലെങ്കിൽ ആ തണൽ തന്നെ വീണ്ടും ഒരു തടവറയുമാവും. കോട്ടൺ വെച്ച് കയ്യിലെ മുറിവ് ക്ലീൻ ചെയ്യുമ്പോൾ അവൻ്റെ മുഖം അസ്വസ്ഥതയുടെ ചുളയുന്നത് അവൾ കണ്ടു. വേദനയൊക്കെ ഉണ്ടാവാവോ? ഒരു നിമിഷം വേറെയെങ്കിലും ചിന്തിക്കാതിരുന്നില്ല അവൾ. എന്തൊക്കെ വിളിച്ചു പറഞ്ഞത്? നാളെ എന്തെങ്കിലും ഓർമ്മ കാണുമോ എന്തോ? വിലയിട്ട് വാങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയ ആളാണ് ഇന്ന് കൂടെ ഉണ്ടാകും എന്ന് പറയുന്നത്. ഇയാളെ മനസ്സിലാകുന്നില്ലല്ലോ കണ്ണാ. മുറിവ് കെട്ടിവെക്കുന്ന നേരം അത്രയും അതൊക്കെ തന്നെയായിരുന്നു ഗൗരിയുടെ ഉള്ളിലുണ്ടായിരുന്ന ചിന്തകൾ. ചിന്തിച്ച് ആ സോഫയിൽ തന്നെ തല വെച്ച് മയങ്ങിപ്പോവുകയും ചെയ്തു പെണ്ണ്. അല്ലെങ്കിലും ആ വലിയ മുറിയിൽ തനിച്ച് കിടക്കാനുള്ള ധൈര്യമൊന്നും ഗൗരിക്കില്ല. തറവാട്ടിലായിരുന്നപ്പോൾ രാഖിയും അവളും ഒന്നിച്ചായിരുന്നു. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞപ്പോൾ രുദ്രൻ ഉണ്ടായിരുന്നു. എല്ലാം അവസാനിച്ച് തകർന്നു പോയപ്പോൾ ചിന്നമ്മ അമ്മയെപ്പോലെ തന്നെ കൂടെ നിന്നു. ഓരോന്നോർത്തുകൊണ്ട് തന്നെ ഗാഠമായ ഒരു മയക്കത്തിലേക്ക് കൂപ്പുകുത്തിയവൾ. നിർത്താതെയുള്ള ഫോൺ ബില്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് മഹി തൻ്റെ കണ്ണുകൾ തുറക്കുന്നത്. ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്നും എമർജൻസി ഒക്കെ ഉണ്ടാകുമ്പോൾ വിളിക്കും. ആ ഒരു ഓർമ്മയിൽ വേഗം തന്നെ ധൃതിയിൽ അവൻ ആ കോൾ അറ്റൻഡ് ചെയ്തു. വിചാരിച്ചതുപോലെ തന്നെയായിരുന്നു. വേഗം എത്താമെന്നും പറഞ്ഞ് റെഡിയായി കാറിൻ്റെ കീയും എടുത്ത് റൂം തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയവൻ ഒരു നിമിഷം നേരെ നോക്കിയത് മഹിയുടെ കണ്ണുകളൊന്ന് വിടർന്നു പോയി. സോഫയിൽ കിടക്കുന്ന ശക്തിക്കരികിലായി തലവെച്ച് മയങ്ങുന്നവൾ. ശക്തിയുടെ കയ്യിലെ മുറിവ് ഡ്രസ് ചെയ്തിരിക്കുന്നത് കൂടി കണ്ടതും അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരിക്ക് മാറ്റിയെറിയിരുന്നു. ഗൗരിയിൽ നിന്നും ഇതൊക്കെ പ്രതീക്ഷിക്കാം. ഒരു നിമിഷം ശക്തിക്ക് ചേരുന്നത് അവൾ തന്നെയാകും എന്ന് തോന്നിപ്പോയി അവനും. ശക്തിയെ മാറ്റുന്നതിലും എളുപ്പം അവന് വേണ്ടി ഗൗരി മാറുന്നതാകും. ഈ ഭ്രാന്തൻ്റെ പ്രണയം തീവ്രമായിരിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ അവളുടെ വേദനകൾക്കെല്ലാം പകരമായി ഈശ്വരൻ നൽകിയതാകും ശക്തിയെ. ഒരിക്കൽ കൂടി രണ്ടുപേരെയും നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. ഹോസ്പിറ്റൽ കോമ്പൗണ്ടിനുള്ളിലേക്ക് കാർ പാർക്ക് ചെയ്തു. മഹി നേരെ ഐസിയുവിന് മുന്നിലേക്ക് നടന്നു. എമർജൻസി എന്ന് വിളിച്ചു പറഞ്ഞതാണ്. AVM ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി ഹെഡാണ് മഹി. ക്യാബിനുള്ളിൽ നിന്നും കയറി കോട്ടും സ്റ്റെതസ്കോപ്പും കൂടി എടുത്ത് ധരിച്ചുകൊണ്ടാണ് അവൻ പുറത്തേക്ക് ഇറങ്ങിയത്. ഐസിയുവിന് അടുത്തേക്ക് നടക്കുമ്പോഴേ കണ്ടു അതിനു മുന്നിലായി നിൽക്കുന്ന മാടമ്പി തറവാട്ടിലെ അംഗങ്ങളെ. മഹിയുടെ കണ്ണുകളൊന്ന് കുറുകി. ഉള്ളിൽ ആരായിരിക്കും എന്നൊരു സംശയം അവനിൽ ഉയർന്നു. അഫിയും അജുവും മാലിനിയും ഭർത്താവ് ശേഖരനുമാണ്. ഒറ്റനോട്ടത്തിൽ എല്ലാവരുടെയും കണ്ണുകൾ ചുവന്ന് കലങ്ങിയത് അവന് മനസ്സിലായി. മാലിനി അപ്പോഴും കരയുന്നുണ്ട്. അഫി ആരെയോ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അവൻ കണ്ടു. മഹിക്ക് അവരെ എല്ലാം അറിയാമെങ്കിൽ പോലും അവർക്കാർക്കും മഹി അറിയില്ല. മഹി പഠിച്ചതും വളർന്നതുമെല്ലാം ബാംഗ്ലൂരായിരുന്നു. കൂടെ ശക്തിയും അച്ഛനും അമ്മയും ഒന്നിച്ചൊരു ആക്സിഡന്റിൽ അങ്ങ് പോയപ്പോൾ ഇനിയും ആ നഗരത്തിൽ തുടരാൻ താല്പര്യമില്ലാതെയാണ് അവൻ തറവാട്ടിലേക്ക് വന്നത്. ഐസിയുവിന് മുന്നിലെത്തിയതും ഡോർ തുറന്ന് പുറത്തേക്ക് വന്ന ജൂനിയർ ഡോക്ടർ മഹിയെ കണ്ടതും വേഗം അവനരികിലേക്ക് നടന്നു. ഡോക്ടർ. എന്താ രാഹുൽ, എന്തുപറ്റി? എന്താ എമർജൻസി? ചുറ്റും നിൽക്കുന്നവരെ ഒന്ന് നോക്കിക്കൊണ്ടാണ് അവൻ്റെ ചോദ്യം. അത് ഡോക്ടർ, അതൊരു പെൺകുട്ടിയാണ്. ഫിലിം ആക്ടർ വിഘ്നേഷിൻ്റെ ഭാര്യയാണ്. ഒരു നിമിഷം മഹിയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. രുദ്രൻഷിൻ്റെ സഹോദരിയും ഗൗരിയുടെ കൂട്ടുകാരിയുമാണ് ഉള്ളിലുള്ളത് എന്നവന് മനസ്സിലായി. എന്താ കേസ്? അത് ഗ്യാം റേപ്പാണ് ഡോക്ടർ. വാട്ട്? ഒരു നിമിഷം അവൻ്റെ ശബ്ദം വല്ലാതെ ഉയർന്നു പോയി. ഉള്ളിലൊരു പിടച്ചിൽ പോലെ. അതെ ഡോക്ടർ, കുറച്ച് സീരിയസ് ആണ്. ആ കുട്ടി 8 വീക്സ് പ്രഗ്നൻ്റ് ആയിരുന്നു. സർജറി വേണമെന്ന് തോന്നുന്നു. അതാ ഡോക്ടറെ വിളിച്ചത്. രാഹുൽ പറഞ്ഞുകൊണ്ട് ഐസിയു ഡോർ തുറന്ന് അകത്തേക്ക് കയറിയതും മഹി ഒരു നിമിഷം അവിടെ തന്നെ നിന്നു പോയിരുന്നു.
വല്ലാത്തൊരു വേദന പോലെ. ഒരു തെറ്റും ചെയ്യാത്ത രണ്ട് പെൺകുട്ടികൾക്ക് വന്ന വിധി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തുല്യ ദുഃഖിതരാണ് അവരെന്ന് തോന്നിപ്പോയി മഹിക്ക്. ചുറ്റും നിൽക്കുന്ന ആളുകളെ കാണെ എന്തിനെന്നറിയാത്ത ഒരു അമർഷം ഉള്ളിൽ തോന്നി. കൂടുതൽ കാട് കയറി ചിന്തിക്കാതെ അവൻ ആ ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറി. ജനലിലൂടെ വെളിച്ചം കണ്ണിലേക്ക് അടിച്ചതും അസ്വസ്ഥതയുടെ മുഖം ഒന്ന് ചുളിച്ചു ശക്തി. അലസമായി ഒന്ന് തിരിഞ്ഞു കിടക്കാൻ നോക്കിയതും കൈക്ക് മുകളിൽ എന്തോ ഭാരമുള്ളതുപോലെ, പഞ്ഞിപ്പോലുള്ള എന്തോ കയ്യിൽ അമർന്നതുപോലെ ആയാസപ്പെട്ട് കണ്ണ് തുറന്ന് നോക്കിയവൻ ബോധം വീഴാൻ എന്നിട്ടും കുറച്ചു സമയമെടുത്തു. ആരോടൊക്കെയുള്ള ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി കുഴിച്ചത് ഓർമ്മയുണ്ട്. ഉള്ളിൽ അവളോടുള്ള പരിഭവം ഏറെയായിരുന്നു. അവളിപ്പോൾ തൻ്റെയല്ലേ, തന്നെക്കുറിച്ച് മാത്രം ഓർത്താൽ പോരെ തുടങ്ങിയ ബലിശമായി കുറേയേറെ ചിന്തകളായിരുന്നു ഉള്ളിൽ. പക്ഷെ അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ ശക്തിക്കുമാവില്ല, സമ്മതിച്ചു കൊടുക്കുകയുമില്ല. ഓരോന്നും ഓർക്കുന്തോറും ബോധം മറിയുവോളം കുടിച്ചു. തിരികെ എങ്ങനെ എത്തിയെന്നോ എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്നോ ഒന്നും അവൻ ഓർമ്മയില്ല. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ മുഖം കുനിച്ച് കയ്യിലേക്കൊന്ന് നോക്കിയതും അത്ഭുതത്തോടെ ആ മിഴികളൊന്ന് വിടർന്നു പോയി. വിശ്വസിക്കാൻ തോന്നാത്ത ഒരു കാഴ്ച. ശക്തിയുടെ ദേഷ്യത്തിനും അസ്വസ്ഥതയ്ക്കും മുകളിൽ മഞ്ഞ് കോരിയിടുന്നത് പോലൊരു കാഴ്ച. കൈത്തണ്ടിയിൽ കവിൾ വെച്ച് കിടന്നു മയങ്ങുന്നവൾ. നിലത്താണ് പെണ്ണിരിക്കുന്നത്. ചുണ്ടുകൾ അല്പം വിടർന്നു വെച്ച് ശാന്തമായൊരു ഉറക്കത്തിലാണ് അവൾ. ശക്തിയുടെ നോട്ടം വീണ്ടും കയ്യിലേക്ക് കെട്ടിവെച്ച മുറിവിലേക്ക് നീണ്ടു. മുന്നിലെ ടേബിളിലിരിക്കുന്ന ബോക്സ് കൂടി കാണെ ആ മുറിവ് ഡ്രസ് ചെയ്തതും അവളാണെന്ന് അവന് മനസ്സിലായി. ഒരു സാധാരണ ആൾ കെട്ടുന്നത് പോലെയാണ് ആ കെട്ട്. മഹിയായിരുന്നു അത് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായും ഒരു പ്രൊഫഷണൽ ടച്ച് വന്നേനെ. വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോയി ആ പെണ്ണിനോട് അവന്. അവളിൽ നിന്നും ലഭിച്ച ചെറിയൊരു പരിഗണന പോലും ശക്തിയുടെ ഹൃദയം നിറച്ചു. മറ്റുള്ള ചിന്തകളെല്ലാം മറന്ന പോലെ. നിനക്ക് അവളോട് എന്താണ് ശക്തി? ഭ്രാന്ത്? ചോദ്യവും ഉത്തരവും ഹൃദയം തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞിരുന്നു. അവളെ ഉണർത്താതെ പതിയെ കൈ വലിച്ചെടുത്തവൻ അതിനൊപ്പം കരുതലോടെ ആ മുഖം സോഫയിലേക്ക് വെക്കുകയും ചെയ്തു. ഒന്നും അറിഞ്ഞിട്ടില്ല പെണ്ണ്. ക്ഷീണം കാണുമെന്ന് തോന്നിയവന് അതോടൊപ്പം ഇന്നലെ എന്തെങ്കിലും കഴിച്ചു കാണുമോ എന്നൊരു വെപ്രാളവും തോന്നി. ശേ, ദേഷ്യത്തോടെ നെറ്റിൽ കൈവച്ചു പോയി ശക്തി. ഒരിക്കൽ കൂടി അവളെ നോക്കിയതും വല്ലാത്തൊരു കുറ്റബോധം പോലെ. അതും ഒരു ജീവനല്ലേ, അവൾക്കും നൊന്ത് കാണില്ലേ? ആ ഓർമ്മകളിൽ പോലും ശക്തിയുടെ ഉള്ളു വിറച്ചു. പക്ഷെ യാതൊന്നും പ്രകടിപ്പിക്കില്ലവൻ. ഉള്ളിലുള്ള പ്രണയത്തെ മനുഷ്യത്വത്തിൻ്റെ ഒക്കെയും അഹങ്കാരം കൊണ്ട് ദേഷ്യം കൊണ്ട് മൂടി വെച്ചു. അടുക്കളയിൽ കാര്യമായി എന്തോ ഉണ്ടാക്കുന്നവനെ കണ്ടുകൊണ്ടാണ് ഭവാനിയമ്മ ജോലിക്ക് വരുന്നത്. ഒരു നിമിഷം അമ്മയുടെ കണ്ണൊന്ന് മിഴിഞ്ഞുപോയി. അപൂർവങ്ങളിൽ അപൂർവമായൊരു കാഴ്ചയായിരുന്നു ഭവാനിയമ്മയ്ക്കത്. അവിടെയുള്ള പോലീസുകാരനെ ഭവാനിയമ്മ ശരിക്കൊന്നും കണ്ടിട്ട് കൂടി ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. ആ മുന്നിൽ ചെന്ന് നിൽക്കാൻ പോലും പേടിയാണ്. എന്നും എന്തെങ്കിലും എറിഞ്ഞൊടിച്ചും വഴക്കുണ്ടാക്കുന്നത് കേൾക്കാം. അതൊക്കെ കൊണ്ട് തന്നെ അവനെ അമ്മയ്ക്ക് പേടിയാണ്. പാത്രത്തിലും പാലൊഴിച്ച് ഏലക്കയിട്ട ചായ കപ്പിലേക്ക് ഒഴിച്ച് പാനിൽ നിന്നും നെയ്യിൽ വാട്ടിയ നേന്ത്രപ്പഴം കൂടി പാത്രത്തിലേക്കാക്കി തിരിഞ്ഞതും അടുക്കള വാതിൽക്കൽ കണ്ണുമേഴ്ച നിൽക്കുന്ന ഭവാനിയമ്മയാണ് ശക്തി കാണുന്നത്. യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ സ്ഥിരം ഗൗരവത്തോടു കൂടി അവരെ നിന്ന് നോക്കി അതുമായി പുറത്തേക്ക് നടന്നു ശക്തി. അവൻ പോയിട്ടും കുറച്ച് സമയം എടുത്ത് ഭവാനിയമ്മയുടെ ഞെട്ടൽ മാറാൻ. ശക്തി ഹാളിലേക്ക് നോക്കിയതും പെണ്ണിനെ അവിടെ ഒന്നും കണ്ടില്ല. അവൾ എഴുന്നേറ്റ് മുകളിലേക്ക് പോയി കാണുമെന്ന് അവന് മനസ്സിലായി. ഇന്നലെ പൊട്ടിച്ച ടേബിൾ ചില്ല് ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ കാര്യമായി എന്തോ ഇന്നലെ സംഭവിച്ചിട്ടുണ്ട് എന്നവന് ഉറപ്പായി. അതിലേക്ക് ഒരിക്കൽ കൂടി നോക്കി അവൻ മുകളിലേക്ക് കയറി. കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയതും തലയിന്ന് കറങ്ങിപ്പോയി ഗൗരിക്ക്. നിലത്തേക്ക് വീഴാനൊരുങ്ങിയവളെ അടുത്ത നിമിഷം തന്നെ ശക്തിയുടെ കൈകൾ താങ്ങിയിരുന്നു. ഒരു നിമിഷം അവൻ്റെ നെഞ്ചിടിപ്പ് ഒന്ന് ഉയർന്നു പോയി. അല്ലെങ്കിൽ തന്നെ വയ്യ, അതിൻ്റെ കൂടെ എങ്ങാനും വീണു പോയിരുന്നെങ്കിലോ? ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് പോരായിരുന്നോടി നിന്റെ കുളിയും തേവാരവും? ചെക്കൻ്റെ അലർച്ച കേൾക്കെ ഗൗരി ഒന്ന് ഞെട്ടിപ്പോയി. അല്ലെങ്കിൽ തന്നെ ഇത്ര നേരത്തെ കുളിച്ചു നീ ഇതെങ്ങോട്ടാ? ഇത് നിന്റെ ആ മാടമ്പിത്തറവാടല്ല. കോഴിക്കുന്നതിന് മുന്നേ എഴുന്നേറ്റ് കുളിച്ച് കുറിയും തൊട്ടിരിക്കാൻ. മേലിൽ ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ കുളിക്കുന്നതിന് ചീത്ത കേൾക്കുന്ന ആദ്യത്തെ മനുഷ്യൻ ഒരുപക്ഷെ താനായിരിക്കും എന്ന് ഗൗരിക്ക് തോന്നിപ്പോയി. തല കറങ്ങിയത് മാറിയിട്ടില്ലെങ്കിലും അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന ആ മുഖത്തെ ദേഷ്യത്തിലേക്ക് വീഴ്ച നോക്കിപ്പോയി ഗൗരി. ഒരു തൂവലെടുത്ത് പിടിക്കുന്ന ലാഘവത്തോടെയാണ് അവൻ തന്നെ പിടിച്ചിരിക്കുന്നത് എന്നവൾക്ക് തോന്നി. ഭാരം മുഴുവനും അവൻ്റെ കയ്യിലായിട്ട് കൂടിയും ആ മുഖത്ത് അതിൻ്റെ യാതൊരു വ്യത്യാസവുമില്ല. ഞാൻ വിലയിട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് നിന്നെ കിട്ടണം, മനസ്സിലായോ നിനക്ക്? മുരളുന്നത് പോലെ പറയുന്നവൻ ഈ തവണ ആ വാക്കുകൾ ഗൗരിക്ക് വേദനയൊന്നും തോന്നിയില്ല. എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെക്ഷൻ എന്നില കേട്ടതായിരുന്നല്ലോ. മുന്നിൽ നിൽക്കുന്ന പ്രതി അതിന് സമ്മതിച്ചു തരാനൊന്നും പോകുന്നില്ല. കക്ഷിക്ക് അത് ഓർമ്മ പോലും ഇല്ലെന്ന് അവൾക്കും അറിയാം. എന്തും പറഞ്ഞോട്ടെ എന്നൊരു ഭാവമാണിപ്പോൾ ഗൗരിക്ക്. എന്തും കേട്ടു നിൽക്കാൻ അവളും മനസ്സിനെ പാകപ്പെടുത്തിയിരിക്കുന്നതാണ്. കയ്യിൽ കിടന്ന് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നവളെ അടുത്ത നിമിഷം അവൻ വാരിയെടുത്ത് നെഞ്ചത്തോട് ചേർത്തു. പിടഞ്ഞിറങ്ങാൻ ഒരു ശ്രമം നടത്തി നോക്കിയെങ്കിലും അവൻ്റെ തീഷ്ണമായ നോട്ടത്തിൽ പെണ്ണ് നല്ല കുട്ടിയായി.
ബെഡിലേക്കായി അവളെ കൊണ്ടിരുത്തി നേരത്തെ കൊണ്ടുവച്ച ചായയും പഴവും എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഇനിയും ഞെട്ടാൻ വയ്യാത്തതുപോലെ ഗൗരി അവനെ നോക്കിയിരുന്നു. ആ കണ്ണിൽ അവളൊരു കരുതൽ ആ നിമിഷം കണ്ടു. താൻ വീഴാൻ പോയപ്പോൾ ഉണ്ടായ വേവലാതി പോലൊരു കരുതൽ. മര്യാദയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കണം, എന്നെ മൊത്തമായി താങ്ങണമെങ്കിൽ ആരോഗ്യം വേണ്ടേ, അതൊക്കെ നോക്കണ്ടേ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണല്ലോ. കപ്പ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പതിയെ വശ്യമായി പറയുന്നവൻ കണ്ണുകൾ പിടച്ചുകൊണ്ട് അവനിൽ നോട്ടം വെട്ടിച്ചു കളഞ്ഞ ഗൗരി. വല്ലാത്തൊരു പുഞ്ചിരിയായിരുന്നു ആ നിമിഷം ശക്തിയിൽ. കൊടുക്കെ, എന്നിട്ടിത് മുഴുവനും കഴിക്കണം. തെല്ലൊരു അത്ഭുതത്തോടെ അവനെ നോക്കിപ്പോയവൾ. അപ്പം അനുസരണയില്ലാതെ ആ കണ്ണുകളും നിറഞ്ഞു. എന്തിൻ്റെ പേരിലാണെങ്കിലും അവൻ കാണിക്കുന്ന ഈ കരുതൽ, അതവൾക്ക് നൽകുന്ന സന്തോഷം അത്രയും വലുതാണ്. പ്രണയമോ മോഹമോ കാമമോ എന്തോ ആയിക്കോട്ടെ, ഗൗരി ആ നിമിഷം അവനെയും അവൻ്റെ പ്രവൃത്തിയെയും മാത്രമേ കാണുന്നുള്ളൂ. ആരുടെക്കോ കാൽ കീഴിൽ കിടന്ന് നരകിച്ചവൾക്ക് അത് മാത്രം മതിയായിരുന്നു സന്തോഷം കണ്ടെത്താൻ. അതിലും അപ്പുറം വയസ്സറിയിച്ചതിന് ശേഷം സമാധാനം എന്തെന്നറിഞ്ഞു മയങ്ങത് ഇന്നലെയായിരിക്കും. നല്ലൊരു ഉറക്കം കിട്ടിയതിൻ്റെ തിളക്കവും അവളുടെ മുഖത്തുണ്ട്. മുഴുവൻ കുടിച്ചിട്ട് ഇവിടെ ഇരുന്നോളാം, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അത്രയും പറഞ്ഞ് അവളുടെ മുടിയിൽ ചുറ്റിയ ടവൽ അഴിച്ചെടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി പോകുന്നവനെ അവളും വെറുതെ നോക്കിയിരുന്നു പോയി. ഈ നിമിഷം വരെയും അവൻ്റെ ഒരു വാക്കിൽ പോലും തനിക്ക് സങ്കടം തോന്നിയതേയില്ലെന്ന് അവൾ ഓർത്തു. കൊണ്ടുവച്ച ഭക്ഷണം മുഴുവനും കഴിച്ചു തീർക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തന്നെ നിന്നു, ചുണ്ടിലൊരു പുഞ്ചിരിയും.